ഭാരതം വിവിധ ഭവനങ്ങളിലും വീതികളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യരും നല്ലവരും പ്രബുദ്ധരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മനോഹരമായ ഈ കടൽ തീരത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന അനുഗ്രഹീതരായ ഭക്തരായ ഒത്തിരി പ്രിയപ്പെട്ടവർ പാർക്കുന്ന ഈ ദേശത്ത് ഒരു പ്രാവശ്യം കൂടി യേശുക്രിസ്തുവിന്റെ സത്യ സുവിശേഷം ഞങ്ങൾ വിളിച്ചറിയിക്കുകയാണ്. 2000 വർഷമായി ലോകത്തിന്റെ തെരുക്കോണുകളിൽ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന സത്യസുവിശേഷം, മാറ്റമില്ലാത്ത ക്രിസ്തുവിന്റെ സത്യസുവിശേഷം ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയതോർത്ത് ഞങ്ങൾ ദൈവത്തിന് സകല മഹത്വവും കരയറ്റുകയാണ്. എന്തിനാണ് തെരുക്കോണുകളിൽ ഇങ്ങനെ സുവിശേഷം അറിയിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം. ഞങ്ങളൊക്കെ ജനിച്ചപ്പോഴേ ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിച്ചവരാണ്. ക്രൈസ്തവ കുടുംബത്തിന്റെ ഒത്തിരി പാരമ്പര്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാനുണ്ട് എന്നൊക്കെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പറയാനുണ്ടായിരിക്കാം. എങ്കിലും എന്തിനാണ് ഇത് ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സകല മനുഷ്യനും മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ദൈവം ഒരുക്കിയ ഒരു വഴിയുണ്ട്. ആ വഴി യേശുക്രിസ്തുവാണ്. വചനത്തിനകത്ത് നമ്മളിങ്ങനെ കാണുന്നു, യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. ദൈവസ്ഥനിൽ എത്തിച്ചേരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു സത്യമേ ഉള്ളൂ, ഒരേ ഒരു ജീവനേ ഉള്ളൂ. അത് യേശുക്രിസ്തുവാണ്. അതാണ് ഈ തെരുക്കോണിൽ ഞങ്ങൾ ഉയർത്തുന്നത്. ഇത് ഏതെങ്കിലും മതത്തിലേക്കോ ഏതെങ്കിലും സഭയിലേക്കോ ഏതെങ്കിലും സംഘടനയിലേക്കോ ആളിനെ ചേർക്കുന്ന മാർഗമല്ല, മറിച്ച് ഒരു മനുഷ്യനെ പുതു സൃഷ്ടിയാക്കി മാറ്റുന്നതാണ് ഈ സത്യ സുവിശേഷം. ക്രിസ്തുവിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ കഴിയുന്നത് ഈ ലോകത്തിലെ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കോ സാംസ്കാരിക പ്രസംഗങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള കൗൺസിലിംഗ് സെന്ററുകൾക്കോ ധ്യാനകേന്ദ്രങ്ങൾക്കോ മതപരമായ ഭക്തിക്കോ അനുഷ്ഠാനത്തിനോ അല്ലെങ്കിൽ പെരുന്നാളുകൾക്കോ ഉത്സവങ്ങൾക്കോ കഴിയില്ല. മറിച്ച് ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ സത്യ സുവിശേഷത്തിന് മാത്രമാണ്. കാരണം ഒരു മനുഷ്യൻ അകത്തേക്ക് ദൈവീക ജീവൻ പ്രവേശിക്കണമെങ്കിൽ അവന്റെ അകത്ത് പാപത്തിന് പരിഹാരമുണ്ടാകണം. എങ്ങനെയാ പാപത്തിന് പരിഹാരമുണ്ടാകുന്നത്? ഒരു മനുഷ്യനെ അവൻ ജനിച്ചു വീണതിന് ശേഷം ചെയ്യുന്ന ഏതെങ്കിലും മതപരമായ കർമ്മങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഷ്ഠാനങ്ങളോ കൊണ്ട് ഒരു മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം ഉണ്ടാകില്ല. കാരണം വേദപുസ്തകം അടിവരയിട്ട് പറയുന്നു, നീതിമാനായി ഒരുവൻ പോലുമില്ല, സകലരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. എല്ലാവരും പാപികളാണെന്നേ, ഇവിടെ ജനിക്കുന്നവരെല്ലാവരും പാപത്തോടെ ജനിക്കുന്നു എന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമുക്കാർക്കും ഒരു നീതീകരണവും ദൈവസന്നിധിയിലില്ല. ജന്മം കൊണ്ട് തന്നെ പാപികളാണ്. നമ്മളൊക്കെ ജന്മപാപത്തോടെ ജനിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ജന്മഭാവത്തോടെ ജനിക്കുന്നവർ. അപ്പോൾ തന്നെ ജന്മം കൊണ്ട് മാത്രമല്ല നമ്മൾ പാപികൾ, നമ്മുടെ പ്രവർത്തന മേഖലകളിലും ദിനംതോറും പാപത്തിന്റെ അനുഭവത്തിലേക്ക് പോയി നമ്മുടെ ജീവിതത്തിൽ കർമ്മഭാവവും ഉണ്ടാവുകയാണ്. അങ്ങനെ ജന്മം കൊണ്ട് പാപിയായി ജനിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തോട് ബന്ധമില്ല. അവൻ ഇനി എത്ര കർമ്മങ്ങൾ ചെയ്താലും ആചാരങ്ങൾ ചെയ്താലും എത്ര ഉത്സവങ്ങളോ പെരുന്നാളുകളോ പള്ളിക്കും പട്ടക്കാർക്കും എത്രയൊക്കെ നന്മ കൊടുത്തെന്ന് പറഞ്ഞാലും പാപിയായ മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല. അവൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളർന്ന് ഇങ്ങനെ പാപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാപത്തിന്റെ അഗാധ കൂപത്തിൽ കിടക്കുന്ന മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്ന, പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അവന്റെ അകത്ത് നിത്യജീവൻ പ്രദാനം ചെയ്ത് അവനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഈ തെരുക്കോണിൽ ഉയർത്തുന്നത്. ഞങ്ങൾക്ക് ഒരു സംഘടനയെക്കുറിച്ചും പറയാനില്ല, ഞങ്ങൾക്ക് ഒരു സഭയെക്കുറിച്ചും പറയാനില്ല, ഞങ്ങൾക്ക് ഏതെങ്കിലും മറ്റു വ്യക്തികളെ കുറിച്ചും പറയാനില്ല. പറയാനൊന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. യേശു ആകുന്നു
സത്യദൈവം. യേശുവാകുന്നു നിത്യജീവൻ. ക്രിസ്തുവിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് ദൈവസ്ഥനിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. കാര്യം എന്താണെന്നറിയാമോ? മനുഷ്യന്റെ പാപത്തിന് മനുഷ്യന് പാപം പരിഹാരം ചെയ്യാൻ കഴിയില്ല. പഴയ നിയമത്തിലെ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിരവധിയായ യാഗങ്ങൾ, നിരവധിയായ കർമ്മങ്ങൾ, നിരവധിയായ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് മനുഷ്യൻ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതിലൂടെയൊന്നും മനുഷ്യന് പാപത്തിന്റെ പരിഹാരം കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ ഉലകത്തിലേക്ക് അവതരിച്ചവനാണ് യേശുക്രിസ്തു. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചിരുന്നവൻ, സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ ഒരു നന്മയും വസിക്കാത്ത, ബലഹീനനായ, പ്രയോജനമില്ലാത്ത, നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ രൂപത്തിൽ പാപമില്ലാത്തവനായി ഈ ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്നവനാണ് യേശുക്രിസ്തു. ഞങ്ങൾ വിളിച്ചു പറയുന്നത് ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു ദൈവമായിരുന്നു. ആരെങ്കിലുമൊക്കെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഏതെങ്കിലും പള്ളിയോ അമ്പലമോ പണിഞ്ഞ് അതിനകത്ത് കുടിയിരുത്തിയ ഒരു ദൈവത്തെ കുറിച്ചല്ല. ദൈവമായിരുന്നവൻ, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യ സാദൃശ്യത്തിൽ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. എന്താ യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വം? നമ്മളെല്ലാം ജനിച്ചത് ജന്മപാപത്തോടെയാകുമ്പോ പാപമില്ലാതെ ഭൂമിയിലേക്ക് ജനിച്ചവനാണ് യേശുക്രിസ്തു. ദൈവത്തിൽ പാപമില്ല. അവൻ പരമപരിശുദ്ധനാണ്. ആ പരമപരിശുദ്ധനായ ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിലേക്ക് വന്നു. യേശുവിൽ പാപമില്ലായിരുന്നു. യേശുവിന് പാപത്തെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു. യേശു പാപം ചെയ്തിട്ടില്ല. ആർക്കും പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയാത്ത പാപരഹിതനായ ഒരു മനുഷ്യനായി യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചു. ഒരേ സമയം യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്, ഒരേ സമയം യേശു പൂർണ്ണ മനുഷ്യനാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. കാരണം എന്തിനാണ് യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നത്? യേശു ഭൂമിയിൽ വന്നത് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ്. കാരണം ഇവിടുത്തെ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഒന്നും ആത്മാവില്ല. ആത്മാവുള്ള ഏക സൃഷ്ടി അത് മനുഷ്യനാണ്. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണെന്ന് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമായി? ദൈവത്തിന്റെ ഛായയായ, ദൈവത്തിന്റെ സാദൃശ്യമായ ആത്മാവിനെ അവന്റെ അകത്ത് ദൈവം കൊടുത്തു. അങ്ങനെ ഒരു ആത്മാവുള്ളവനാണ് മനുഷ്യൻ. ആ ആത്മാവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, മുഴുലോകത്തെക്കാളും വിലയുള്ള ആത്മാവ്. ആ മുഴുലോകത്തെക്കാളും വിലയുള്ള ആത്മാവ് എന്ന് പറയുമ്പോ ഈ ഭൂമിയിലെ സകല സമ്പത്തും ചേർത്ത് വെച്ചാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ആത്മാവിന്റെ വിലയാകില്ല. അദാനിയുടെയും അംബാനിയുടെയും മുഴുവൻ സ്വത്തും ഒരുമിച്ച് ചേർത്താലും നിന്റെ ആത്മാവിന്റെ വിലയാകില്ല. അതിനേക്കാൾ വിലയുള്ള ഒരു ആത്മാവിനെ ദൈവം മനുഷ്യന്റെ അകത്ത് കൊടുത്തു. എന്തിനാ മനുഷ്യന്റെ അകത്ത് ആത്മാവിനെ കൊടുത്തത്? ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ലാത്ത ആത്മാവാകുന്ന ദൈവം മനുഷ്യനോട് കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിച്ചു. മനുഷ്യനോട് കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് ആത്മാവുള്ള വ്യക്തിയുമായി കൂട്ടായ്മ ആചരിക്കാൻ കഴിയൂ. പക്ഷികളോടോ മൃഗങ്ങളോടോ മറ്റ് ജീവജാലങ്ങളോടോ ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല. കാരണം ദൈവത്തിന്റെ സാദൃശ്യമായ ആത്മാവുള്ള മനുഷ്യനോട് മാത്രമേ ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കാൻ കഴിയൂ. എന്നാൽ ജന്മഭാവത്തോടെ ജനിക്കുന്ന മനുഷ്യന്റെ ആത്മാവ് മൃതാവസ്ഥയിലാണ്. അങ്ങനെ ആത്മാവ് മരണപ്പെട്ട മനുഷ്യന് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. അങ്ങനെ ജനിച്ചു വീഴുന്ന സകലരും ദൈവത്തോട് ബന്ധമില്ലാത്തവരായി ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോ അങ്ങനെ ദൈവത്തോട് ബന്ധമില്ലാത്ത മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് മനുഷ്യരെ മടക്കിക്കൊണ്ടുവരുവാൻ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. മാത്രവുമല്ല, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാനാണ് യേശു വന്നത്. എന്താ പാപത്തിന്റെ പരിഹാരം? പാപത്തിന്റെ പരിഹാരത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, പാപിയായ മനുഷ്യൻ മരിക്കണം. പാപിയായ മനുഷ്യൻ മരിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് പാപത്തിന്റെ പരിഹാരം വരൂ. മരണമെന്ന് പറയുമ്പോ ശാരീരിക മരണത്തെ കുറിച്ച് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നിത്യമായ ന്യായവിധിയായ നിത്യമരണം. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത, ചാകാത്ത പുഴുക്കളും കെടാത്ത തീയുമുള്ള നിത്യ നരകത്തിലേക്ക് മനുഷ്യനെ തള്ളിയിടുന്ന ആ നിത്യമായ ന്യായവിധിയാണ് മനുഷ്യന് വേണ്ടി
പാപിയായ മനുഷ്യന് വേണ്ടി ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നു പകൽ പാപിയായ ഏതൊരു മനുഷ്യനും എത്തിച്ചേരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിത്യമായ ന്യായവിധിയില. ഒരുപക്ഷെ പാപിയായ മനുഷ്യൻ മരിക്കുമ്പോൾ നാട്ടുകാരെല്ലാം കൂടും, എല്ലാ വീട്ടുകാരും വന്ന് റീത്തുവെക്കും, ഒത്തിരി വിലയുള്ള ശവപ്പെട്ടി ഉണ്ടാകും, ഒത്തിരി പത്രങ്ങളിൽ വാർത്ത വരും, ഒരുപാട് പേര് പലരെ കുറിച്ചും പൊക്കിപ്പറയും. പക്ഷേ പാപിയോടെ മരിക്കുന്ന മനുഷ്യന് ദൈവം അനുവദിച്ചിട്ടുള്ളത് നിത്യന്യായവിധിയും നിത്യനരകവുമാണ്. അങ്ങനെ നിത്യമായ ന്യായവിധിയിലേക്ക്, നിത്യമായ നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിലേക്കെടുക്കുവാൻ യേശു ഭൂമിയിലേക്ക് വന്നു. യേശു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിലേക്കെടുത്തു. ഒരാടെയല്ല, എന്റെ മാത്രമല്ല, ക്രിസ്ത്യാനിയുടെ മാത്രമല്ല, മുസൽമാന്റെ മാത്രമല്ല, ഹിന്ദുവിന്റെ മാത്രമല്ല, ഈ ലോകത്തിന്നയോളം ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും, ഇന്ന് ഭൂമിയിൽ അധിവസിക്കുന്ന സകല മനുഷ്യന്റെയും, ഇനിയിൽ ഭൂമിയിൽ ജനിക്കാനുള്ള മനുഷ്യന്റെയും പാപം യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. അങ്ങനെ സ്വന്തം ശരീരത്തിൽ പാപം ഏറ്റെടുത്തുകൊണ്ട് യോർദാനാറ്റിലേക്ക് ഇറങ്ങി നിന്ന യേശുവിനെ നോക്കിയിട്ട് സ്നാപകയോഹന്നാൻ ഞാൻ വിളിച്ചു പറയുകയാ, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു നമുക്ക് വേണ്ടി പാപമായി മാറി. നമ്മുടെ മുഴുവൻ പാപവും യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഴുവൻ പാപവും യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. പാപമറിയാത്ത, പാപമില്ലാത്ത, പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത പരമപരിശുദ്ധനായ യേശു ക്രിസ്തുവിന്റെ മേൽ ലോകത്തിന്റെ മുഴുവൻ പാപവും യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. അങ്ങനെ ചുമത്തപ്പെട്ട പാപം ചുമത്തപ്പെട്ട ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ യാഗമായി തീർന്നു. യേശു ക്രിസ്തു കാൽവരിയുടെ ക്രൂശിൽ മൂന്നാണികളിൽ മേൽ തൂങ്ങി മരണം കൈവരിക്കുമ്പോ മാനവകുലത്തിന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം സ്വന്തം ശരീരത്തിൽ ദൈവപുത്രൻ ഏറ്റെടുക്കുമ്പോ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, അതൊരു ആത്മഹത്യയല്ല, അതൊരു സ്വാഭാവിക മരണമല്ല, അതൊരു കൊലപാതകമല്ല, അതിനപ്പുറം അതൊരു അകൃത്യയാഗമായിരുന്നു. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവകുഞ്ഞാടായി ഉലക സ്ഥാപനത്തിനു മുമ്പേ തീരുമാനിക്കപ്പെട്ടിരുന്ന യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി ക്രൂശിൽ യാഗമായി തീർന്നു. എനിക്ക് വേണ്ടി, എന്റെ കൂടെ ഇവിടെ സഹകരിക്കുന്ന പ്രിയ ഷിഹാബുദ്ദിന് വേണ്ടി, പ്രിയ സ്റ്റീഫൻ പാസ്റ്റർക്ക് വേണ്ടി, പ്രിയ സക്കറിയ പാസ്റ്റർക്ക് വേണ്ടി, പ്രിയ അജോയ്ക്ക് വേണ്ടി ഇവിടെ സഹകരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും പകരക്കാരനായി ഒരുവൻ കാൽവരിയിൽ മരിച്ചു. യേശു നമുക്ക് പകരക്കാരനായി കാൽവരിയിൽ മരിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. യേശു ക്രിസ്തുവിന്റെ അകൃത്യയാഗത്തിലൂടെ നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുവാനിടയായി തീർന്നു. പാപപരിഹാരം ഒരു കൂദാശകളിലൂടെയോ, ഒരു ഉത്സവങ്ങളിലൂടെയോ, ഒരു പെരുന്നാളുകളിലൂടെയോ, ഒരു കർമ്മങ്ങളിലൂടെയും സാധ്യമായതല്ല. മനുഷ്യൻ പൈസ കൊടുത്ത് സാധ്യമാക്കിയതല്ല, മനുഷ്യൻ പള്ളി പണിഞ്ഞ് സാധ്യമാക്കിയതല്ല, അവൻ ഏതെങ്കിലുമൊക്കെ നേർച്ചകൾ കൊടുത്ത് രൂപപ്പെടുത്തിയതല്ല പാപപരിഹാരം. പാപപരിഹാരത്തിന് ഒരൊറ്റ മാർഗം, അത് യേശു ക്രിസ്തു വന്ന ഏക മാർഗം. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശുമരണത്തിലൂടെയാണ് മാനവകുലത്തിന് പാപപരിഹാരം ഉണ്ടായത്. അതുകൊണ്ട് തീർത്ഥാടനം നടത്തിയാൽ പാപപരിഹാരം ഉണ്ടാകില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവം നടത്തിയ പാപപരിഹാരം ഉണ്ടാകില്ല, ഏതെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥനകളോ കർമ്മങ്ങളോ നടത്തിയാൽ പാപപരിഹാരം സംഭവിക്കില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ. എനിക്ക് പകരക്കാരനായി ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നുവെന്ന് ആര് വിശ്വസിക്കുന്നു, അവർ വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്തെ അംഗീകരിക്കുന്നുവോ അവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ്. ഇന്നു പകൽ പാപമോചനത്തിന് ഒരൊറ്റ മാർഗം, യേശു വന്ന ഏക മാർഗം. അതുകൊണ്ടാണ് പറയുന്നത്, യേശു മാത്രമാണ് വഴി. ദൈവസ്ഥനിൽ എത്തിച്ചേരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് പകരക്കാരനായി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവത്തോട് നമ്മളെ നിരപ്പിച്ച യേശുവാകുന്ന വഴിയിലൂടെയല്ലാതെ ആർക്കും ദൈവസ്ഥനിൽ എത്തിച്ചേരാൻ കഴിയില്ല. നമുക്ക് ദൈവസ്ഥനിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ നമുക്കൊരു അവകാശം ദൈവം തന്നിട്ടുണ്ട്. ആ അവകാശം ക്രിസ്തുവിലൂടെയാണ്. ഏതൊരു മനുഷ്യനും ദൈവസ്ഥനിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു മധ്യസ്ഥരേ ഉള്ളൂ, ക്രിസ്തു എന്ന മധ്യസ്ഥൻ. ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവസ്ഥനിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ഏക മധ്യസ്ഥനായ ക്രിസ്തുവിന്റെ നീതിയാൽ, ക്രിസ്തുവിന്റെ യോഗ്യതയാൽ, ക്രിസ്തുവിന്റെ വിശുദ്ധിയിലാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുമ്പോൾ ഏക മധ്യസ്ഥനായി യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ കഴിയൂ. ഇന്ന് മകൾ ഞാൻ പറയട്ടെ, മറ്റ് പലതരത്തിലുള്ള പ്രാർത്ഥനകൾ, പലതരത്തിലുള്ള മധ്യസ്ഥത
ദീപസ്തകൾ ഒക്കെ നമ്മൾ നാളുകളായി അണയ്ക്കുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് പകരം വേദപുസ്തകം പറയുന്നു, പ്രാർത്ഥിക്കുവാൻ ഒരേ ഒരു നാമമേ വേദപുസ്തകം നമുക്ക് നൽകിയിട്ടുള്ളൂ. യേശു കർത്താവ് പറഞ്ഞത്, എന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും ഞാൻ നിനക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ നാമത്തിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടു. കൃപാസനത്തിനടുത്തേക്ക്, അതായത് ദൈവസന്നിധിയിലേക്ക് ഏത് സമയത്തും അടുത്തു ചെല്ലുവാൻ യേശു ക്രിസ്തു മുഖാന്തരം നമുക്കൊരു പുതുവഴി തുറക്കപ്പെട്ടു. ആ ഒരു വഴിയിലൂടെയല്ലാതെ ആർക്കും ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. നമ്മുടെ മുഴുവൻ പാപവും യേശു ഏറ്റെടുത്തു, കാൽവരിയിൽ അത് പരിഹാരം ചെയ്തു. എന്നിട്ട് യേശു അടക്കപ്പെട്ടു, എല്ലാവരെ പോലും അടക്കപ്പെട്ടു. എന്നാൽ മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് താൻ ദൈവപുത്രനെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. സകല മഹാന്മാരുടെയും സകല വിശുദ്ധന്മാരുടെയും സകല വിധത്തിലുള്ള മെത്രാന്മാരുടെയും സകലവിധ പുരോഹിതന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോ ഇന്നും തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. യേശു മാത്രമാണ് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റത്. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഉയർത്തെഴുന്നേറ്റ ഒരുവനെ ഇതുവരെ ഭൂമുഖത്തുണ്ടായിട്ടുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ജീവൻ അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. അവരിൽ വിശ്വസിക്കുന്നവരുടെ പാപം ഏറ്റെടുത്തിട്ട് പകരം യേശുവിന്റെ ജീവൻ നമ്മുടെ മേൽ പകരുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിന്റെ പരിഹാരം മാത്രമല്ല, യേശുവിന്റെ ജീവനകത്ത് വെളിപ്പെടുന്നത് കൊണ്ട് ആ ജീവനിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപത്തെ പരാജയപ്പെടുത്തി ജീവിക്കാൻ കഴിയും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുമെന്ന വേദപുസ്തകം പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ, ദൈവത്തിന്റെ മകനായി മാറാനോ മകളായി മാറാനോ വളരെ എളുപ്പമാണെന്നേ. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപമേറ്റു പറഞ്ഞ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിന്റെ മകനായി മകളായി മാറാൻ കഴിയും. നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പുരോഹിതന്മാരും നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അല്ലെങ്കിൽ ആചാര കർമാനുഷ്ഠാനങ്ങളുടെ നിശ്ചയമായ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും നിങ്ങളെ ദൈവിക കുടുംബത്തിലെ അംഗമാക്കില്ല. ദൈവിക കുടുംബത്തിലെ അംഗമാക്കി നിങ്ങളെ തീർക്കുന്നത് വിശ്വാസമാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്വത്തിലും യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിലും യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലും യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിലും നമ്മളെ ചേർക്കുവാൻ വേഗത്തിൽ വാനവേഗത്തിൽ എഴുന്നള്ളുന്ന യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം മാത്രമാണ് ഒരുവനെ ഇന്നു പകൽ ദൈവത്തിന്റെ മകനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് അവനെ കൈക്കൊള്ളണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ താങ്കൾക്കും ദൈവിക കുടുംബത്തിലെ അംഗമായി മാറാൻ കഴിയും. ദൈവിക കുടുംബത്തിലെ അംഗമാകണം. ഏതെങ്കിലും പള്ളിയിലെ അംഗമായതുകൊണ്ട് നിങ്ങൾക്ക് നിത്യതയെ പ്രവേശിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിലെ അംഗമായതുകൊണ്ട് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എത്തിച്ചേരാനോ നിത്യതയിൽ എത്തിച്ചേരാനോ കഴിയില്ല. നിത്യതയിൽ എത്തിച്ചേരുവാൻ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിന്റെ മകനായി മാറണം. അങ്ങനെ ഒരു വീണ്ടും ജനനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. വീണ്ടും ജനനം, പുതുജനനം ക്രിസ്തുവിലൂടെ ഒരു പുതുസൃഷ്ടിയായി മാറ്റപ്പെടുമ്പോൾ മദ്യപാനത്തെ പരാജയപ്പെടുത്തി, ജഡിക പാപങ്ങളെ പരാജയപ്പെടുത്തി, നമ്മളെ വലിയ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്ന തിന്മകളെ പരാജയപ്പെടുത്തി നമുക്ക് സന്തോഷത്തോടെ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ കഴിയും. അവന്റെ അകത്ത് ദൈവം പകർന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം നമ്മൾ എത്തുന്ന ഒരു ജീവനല്ല നിത്യജീവൻ. മറിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ദൈവത്തോട് ചേർന്ന് കിടക്കുന്നതാണ് നിത്യജീവൻ. നിത്യനായ ദൈവത്തിന്റെ ജീവൻ, അത് നിത്യനായ ദൈവത്തോട് ചേർന്ന് ഈ ഭൂമിയിൽ നാം ജീവിച്ചു തുടങ്ങുന്നതാണ് നിത്യജീവൻ. വിശ്വാസത്താൽ നാം പ്രാപിക്കുന്നതാണ് നിത്യജീവൻ. ഇതാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ ശരീരത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ യേശുവിനെ അറിഞ്ഞ, യേശുവിൽ വിശ്വസിച്ച് യേശുവിന് വേണ്ടി താങ്കൾ വേർതിരിയുന്നുവെങ്കിൽ താങ്കൾക്ക് നിത്യജീവൻ ലഭിക്കും. അല്ലാത്ത പക്ഷം താങ്കൾക്ക് നിത്യജീവൻ ലഭിക്കില്ല. മരണത്തിന് ശേഷം ആരെങ്കിലും ഒക്കെ നടത്തുന്ന ആചാരങ്ങളോ കർമ്മങ്ങളോ വർഷങ്ങൾ തോറും നടത്തുന്ന ഏതെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥനകളോ കൊണ്ട് ആർക്കും നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയില്ല. സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഒരു മാർഗമുണ്ട്. ക്രിസ്തു എന്ന മാർഗം ജീവിച്ചിരിക്കുമ്പോ, ഈ ശരീരത്തിലിരിക്കുമ്പോ യേശുവിനെ അറിഞ്ഞ് യേശുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ താങ്കൾക്ക്